പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവരെയും ദൈവവചന കേൾവിക്കായി സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എബ്രായ ലേഖനം 12-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. മകനെ, കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷികയും അരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏതു മനുഷ്യനെയും തല്ലുന്നു. എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കൾക്കെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലേടന്മാരത്രേ. അതെ ദൈവമക്കളെ, ദൈവത്തിന്റെ ബാലശിക്ഷ. എബ്രായ ക്രിസ്ത്യാനികൾ കട്ടതയുടെയും പോരാട്ടത്തിന്റെയും ആധിക്യത്തിലാണ് അവർ ക്ഷീണിക്കാനിടയായത്. അവർക്കുണ്ടായ കട്ടതകൾ ദൈവത്തിന്റെ ബാലശിക്ഷയാണെന്ന് പൗലോസ് അപ്പോസ്തലൻ അവരോട് പറയുക. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പല കട്ടതകളും ശോധനകളും ഒക്കെ വരുമ്പോൾ അത് നമ്മളെ തകർക്കാനുള്ളതല്ല, ദൈവത്തിന്റെ ബാലശിക്ഷയാണ്. ഈ കുറ്റത്തിനുള്ള ശിക്ഷയും ബാലശിക്ഷയും വ്യത്യാസമുണ്ട്. നാം ദൈവമക്കളാണ് എന്നുള്ളതിന്റെ തെളിവാണ് ദൈവത്തിന്റെ ബാലശിക്ഷ. സ്വന്തം മക്കളെ പിതാവ് തല്ലുന്നത് കൊല്ലാനല്ല, അനുസരണം പ്രാപിക്കാനാണ്. നേരെയുള്ള വഴി നടക്കാനാണ്, തെറ്റുകളെ ഗ്രഹിപ്പിക്കുവാനാണ്. നാളുകളിൽ നല്ല ഭാവിയിൽ ജീവിക്കാനാണ്. അങ്ങനെയാണ് നമ്മുടെ കർത്താവ്. ഒരിക്കലും നമ്മൾ തകർന്നു പോകാൻ തക്കവണ്ണം ദൈവം നമ്മളെ ശിക്ഷിക്കത്തില്ല. നമ്മുടെ കർത്താവ് എത്ര കനിവുള്ള ദൈവമാണ്, സ്നേഹനിധിയായ ദൈവമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതാണ് സദൃശ്യവാക്യം 3:11-12 നമ്മൾ വായിക്കുന്നു. മകനെ, യഹോവയുടെ ശിക്ഷ നിരസിക്കരുത്, അവന്റെ ശാസനയിൽ മുഷിയേമരുത്. അപ്പോൾ ദൈവത്തിന്റെ ശിക്ഷയെ നിരസിക്കരുത്. നീതിമാൻ എന്നെ അടിക്കുന്നത് എൻ്റെ തലയ്ക്കെണ്ണ, ഞാൻ അതിനെ വിലക്കാതിരിക്കേണ്ടതാ. അപ്പോൾ ശിക്ഷ നമ്മൾക്ക് തരുന്നത് നമ്മൾ അനുഗ്രഹിക്കപ്പെടാനാണ്. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ദൈവം എല്ലാവരെയും ശിക്ഷിച്ചു. ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചപ്പോൾ അവർ കനാൻ ദേശത്തിൽ എത്താൻ എത്തത്തക്കവണ്ണം ദൈവം അവരെ പല വഴികളിൽ കൂടെ ശിക്ഷിച്ചു. സ്വത്രം ജാതിക ശക്തികളുടെ കരങ്ങളിൽ ദൈവം അവരെ ഏൽപ്പിച്ചു. അവരെ വഴിയും വെച്ച് നശിപ്പിക്കുവാനല്ല, പിന്നെയോ അവരെ ചൊവ്വയുള്ള വഴിയിൽ അവരെത്തേണ്ടിടത്ത് എത്തുവാനാണ് ദൈവം, അവര് മാനസാന്തരത്തിലേക്ക് വരാനാണ് ദൈവം അവരെ ശിക്ഷിച്ചത്. സ്വത്രം. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ അതിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ, ഒരു മനുഷ്യൻ തന്റെ മകനെ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് നീ മനസ്സിൽ ധ്യാനിച്ചു കൊള്ളുക. എന്തിനു വേണ്ടിയാ? അതിന്റെ താഴോട്ടുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സ്വത്രം. നിന്റെ ദൈവമായ യഹോവ നിന്നെ നല്ല ദേശത്തേക്കല്ലോ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവകളും തടാകങ്ങളുമുള്ള ദേശം, ഗോതമ്പും യവവും മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരവുമുള്ള ദേശം, ഒലിവൃക്ഷവും തേനുമുള്ള ദേശം, സുഭിക്ഷമായി ഉപജീവനം കഴിയാവുന്നതും ഒന്നിനും കുറവില്ലാത്തമായ ദേശം, കല്ലിരുമ്പായിരിക്കുന്നതും മലകളിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം. ആ ദേശത്തേക്കാണ് നിന്നെ കൊണ്ടുപോകുന്നത്. അവിടെ നീ എത്താൻ ചില ശിക്ഷണങ്ങൾ ആവശ്യമാണ്. അത് ദൈവമക്കളെ, നമ്മുടെ കർത്താവ് എന്തിനാ നമ്മളെ ശിക്ഷിക്കുന്നത്? സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ആ നിത്യതയിലെത്തണം. ഈ ഭൂമിയിൽ നിന്റെ ആയുസ് ഇവിടെ തീർന്ന്
നീ സ്വന്തം നരകക്കുഴിയിൽ പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പിന്നെയോ നമ്മൾക്ക് വേണ്ടി കൈപ്പണിയില്ലാത്ത ഒരു ഭവനം നിത്യതയിൽ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുക. കർത്താവ് ആഗ്രഹിക്കുന്നു അവിടെ നമ്മൾ യേശു കർത്താവിനോട് ചേർന്ന് യുഗായുഗം അവിടെ വേണം. അവിടെ നമ്മൾ എത്തണമെങ്കിൽ ഈ ഭൂമിയിൽ ബാലശിക്ഷ ദൈവം നമ്മൾക്ക് തരും. ആ ബാലശിക്ഷ നിന്റെ തകർച്ചയ്ക്കല്ല. പിന്നെയോ നീ നിത്യതയിൽ എത്തുവാൻ പിതാവാം ദൈവത്തിന്റെ സന്നിധിയിൽ നിഷ്കളങ്കരും വിശുദ്ധരുമായി അവിടെ കാണുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നത് കൊണ്ട് നമുക്ക് ചില ബാലശിക്ഷകൾ തന്ന് നമ്മളെ അഭ്യസിപ്പിച്ചു കൊണ്ടുപോവുകയാണ്. സ്തോത്രം. ഈ ബാലശിക്ഷ പല വിധത്തിലുണ്ട്. തിരുവചനം പഠിക്കുമ്പോൾ വിശ്വാസം വർദ്ധിക്കുവാൻ നമുക്ക് ചില ബാലശിക്ഷകളൊക്കെ വരും. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിൽ, എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അതശേഷം സന്തോഷമെന്നെണ്ണണം. അപ്പോൾ സ്തോത്രമല്ലേലൂയ, പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ വിശ്വാസത്തിന്റെ പരിശോധന അത് സ്ഥിരതയുളവാക്കുന്നതാ. അബ്രഹാം പിതാവിനെ ദൈവം പരിശോധിച്ചു. അത് വിശ്വാസത്തിന്റെ ടെസ്റ്റാണ്. ആ പരിശോധന കടുപ്പമേറിയതാണ്. ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തതാണ്. എന്നാൽ അബ്രഹാം പിതാവ് അത് അക്സെപ്റ്റ് ചെയ്തു. തനിക്കറിയാം എന്റെ കഴിവ് കൊണ്ടോ സാറയുടെ കഴിവ് കൊണ്ടോ ലഭിച്ചതല്ല ഇസഹാക്ക്. അവൻ ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ദൈവം പറഞ്ഞപ്പോൾ അവനെ തിരികെ കൊടുക്കുവാൻ മടികൂടാതെ ആ കൽപ്പന അനുസരിക്കുവാൻ അബ്രഹാം ആ ബാലശിക്ഷ ഏറ്റെടുത്തപ്പോൾ സ്വത്രം അവന് ലഭിച്ചതോ ആ ബാലശിക്ഷയിൽ കൂടെ ഒരു അബണ്ടന്റ് ബ്ലെസ്സിംഗ് ആണ്, ഒരു അബണ്ടന്റ് ബ്ലെസ്സിംഗുകളാണ്. എന്ന് പകലിൽ ദൈവമക്കളെ നമ്മളോട് ദൈവത്തിന്റെ വചനം പറയുന്നത് അല്പം കഠിനമേറിയതും പ്രയാസമുള്ളതുമായ നിനക്ക് എനിക്ക് നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നലുണ്ടാകാം. ആ തോന്നൽ പിശാച് കൊണ്ടുവരുന്നതാ. ഭാരമുള്ള മുഖം ഒരിക്കലും യേശു കർത്താവ് നമ്മുടെ കഴുത്തിൽ വെക്കത്തില്ല. നിനക്ക് ചുമക്കാൻ കഴിയാത്തതിനപ്പുറമായ ഒരു മുഖവും നിന്നെ മേൽ വെക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. അബ്രഹാമേ, നീ ആ ബാലശിക്ഷ ഏറ്റെടുത്തപ്പോ അബ്രഹാമിനോട് ചോദിച്ച അബ്രഹാം പറയും, ആ മോറിയ ദേശത്തേക്കുള്ള യാത്ര ഒരപ്പന്റെ സ്വത്രം സന്നിധി, ഒരപ്പന്റെ സ്ഥാനത്ത് നിന്ന് അബ്രഹാം നോക്കുമ്പോൾ വിഷമമേറിയതാ. എന്നാൽ ഒരക്ഷരം പോലും മിണ്ടിയില്ല. ബാല്യക്കാരോട് പറഞ്ഞില്ല, തന്റെ ഭാര്യയോട് പറഞ്ഞില്ല, മകനോട് പറഞ്ഞില്ല. അവന്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നു. എന്റെ ദൈവം എന്തു പറഞ്ഞാലും അത് ഞാൻ ഏറ്റെടുക്കും. പ്രൈസ് ദി ലോർഡ്. അത് ഏറ്റെടുത്ത അബ്രഹാമിന് ആ ബാലശിക്ഷ ഒരു അനുഗ്രഹമായി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ വചന ശുശ്രൂഷയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, നിന്റെ ജീവിതത്തിൽ കൈപ്പേറിയതൊന്നും ദൈവം തരത്തില്ല. ചില രോഗങ്ങൾ ഒരുപക്ഷെ നിന്റെ ബാലശിക്ഷയായിരിക്കാം. ആ രോഗം നിന്നെ തകർക്കത്തില്ല. ഒരു മരുന്നുകൊണ്ടും അതിന് മാറാൻ കഴിയത്തില്ല. അത് ദൈവസ്വത്വം പ്രാർത്ഥനയാലും ഉപവാസത്താലും ആ രോഗം സൗഖ്യമാകും. ചില മുള്ളുകൾ നിന്റെ ജീവിതത്തിൽ ബാലശിക്ഷയാ. ഹന്നയോട് ചോദിച്ചാൽ അങ്ങനെ പറയും. ഹന്ന പറയും, എന്നെ കുത്തുന്ന ഒരു മുള്ള്, ഒരു പെനീന ദൈവം വെച്ചിരിക്കുക. എങ്ങോട്ട് തിരിഞ്ഞാലും കുത്തുന്ന ഹന്ന, നോവിപ്പിക്കുന്ന ഹന്ന, കളിയാക്കുന്ന ഹന്ന, നിന്ദിക്കുന്ന സ്വത്രം ഹന്നയെ നിന്ദിക്കുന്ന പെനീന. പ്രൈസ് ദി ലോർഡ്. ആ പെനീന സ്വത്രം ഹല്ലേലൂയ. അവിടെ ഉള്ളത് കൊണ്ട് ഹന്നയ്ക്കൊരു അനുഗ്രഹമുണ്ടായി. ആ ബാലശിക്ഷയിൽ കൂടെ അവൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ശൗമേൽ ബാലനെ സ്വർഗത്തിലെ ദൈവം കൊടുത്തു. എന്നെ കേൾക്കുന്ന അന്നമാരെ, നിന്നെ കുത്തുന്ന പെണ്ണീനമാരുണ്ടോ? അത് നിന്റെ തകർച്ചയ്ക്കല്ല ദൈവം ആക്കി വെച്ചിരിക്കുന്ന. നിന്നെ നിന്ദിക്കുന്ന അയൽവക്കക്കാർ, നിന്നോട് കൂടി ആരാധിക്കുന്നവർ നിന്നെ നിന്ദിക്കുന്നുണ്ടോ? സഹപ്രവർത്തകർ നിന്ദിക്കുന്നുണ്ടോ? നിന്റെ തകർച്ചയ്ക്കല്ലെന്നേ. അവരുടെ നടുവിൽ നിനക്ക് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തോട് നിന്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു. നിന്റെ വായെ ശത്രുക്കളുടെ നേരെ വിശാലെ തുറക്കാൻ സർവശക്തൻ വെച്ച
വെച്ചിരിക്കുന്ന മുള്ള അത് നിന്റെ തകർച്ചയ്ക്കല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പൗലോസ് അപ്പോസ്തലനോട് ചോദിച്ചാൽ പറയും, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ അതിയായി നിഗളിച്ചു പോകാതിരിക്കാൻ ദൈവം എനിക്കൊരു മുള്ളു തന്നിരിക്കുക, എന്നെ കുത്താൻ. സാത്താന്റെ ദൂതനെ, പ്രൈസ് ദി ലോർഡ്, വെളിപ്പാടുകൾ കൊണ്ട് നിഗളിച്ചു പോകാതിരിക്കാൻ. അതേ ദൈവമക്കളെ, നിന്റെ ജീവിതത്തിൽ ചില മുള്ളുകൾ ദൈവം അറിഞ്ഞു വെച്ചിരിക്കുന്നതാ. എന്തിനാണെന്നറിയാമോ? നമ്മുടെ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു, എന്റെ യേശു നിന്നെ സ്നേഹിക്കുന്നു. നീ നിഗളിച്ച് ആമേൻ സ്വതന്ത്രം ദൈവസന്നിധിയിൽ നിന്ന് ഇല്ലാതാകാതിരിക്കാൻ ചില മുള്ളുകൾ, ചില ബാലശിക്ഷകൾ നിന്റെ ജീവിതത്തിൽ ദൈവം തരും. അതൊരിക്കലും നിന്റെ തകർച്ചയ്ക്കല്ല. ആമേൻ. യോബിന്റെ ജീവിതത്തിൽ ആമേൻ സ്വതന്ത്രം ചില പ്രതിസന്ധികൾ വന്നു. ദൈവം അവന് കൊടുത്തതാ പിശാചിനെ ആമേൻ സ്വതന്ത്രം കയ്യിൽ യോബിനെ ഏൽപ്പിച്ചു. അതിനകത്തൊരു ഗുണപാഠമുണ്ട്, സ്വയം നീതിയിൽ പ്രശംസിക്കാതിരിക്കാൻ. യോബ് സ്വയം നീതിയിൽ പ്രശംസിക്കാതിരിക്കാൻ. കാരണം യോബിനെ കുറിച്ച് അവിടെ സാക്ഷ്യം പറയുന്നുണ്ട്, നിഷ്കളങ്കനാണ്, നേരുള്ളവനാണ്, ദൈവഭക്തനാണ്, ദോഷം വിട്ടകന്നവനാണ്. അവനെ പോലെ നല്ലൊരു മനുഷ്യൻ അവനില്ല. അവൻ മൃഗസമ്പത്തുള്ളവനാണ്, പുത്രസമ്പത്തുള്ളവനാണ്, മഹാധനവാനാണ്. എന്നാൽ സ്വയം നീതി വരാതിരിക്കാൻ പിശാചിന്റെ കലയിൽ ദൈവം അവനെ ഏൽപ്പിച്ചു. ആമേൻ സ്വതന്ത്രം. ആ ബാലശിക്ഷയ്ക്കകത്തു ആമേൻ സ്വതന്ത്രം. ഹല്ലേലൂയ. യോബ് ആമേൻ ദൈവസന്നിധിയിൽ പിറുപിറുക്കാതെ, ദൈവത്തിനെതിരെ ദോഷം പറയാതെ, ചാരത്തിൽ ആമീൻ സ്വതന്ത്രം ഓട്ട് കഷണം എടുത്തുകൊണ്ട് തന്നെ ചിരണ്ടിക്കൊണ്ട് ആമീൻ സ്വതന്ത്രം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ആമീൻ ആ ദിവസത്തിനായി കാത്തിരുന്നവന്റെ പിൽക്കാലത്തേക്കാൾ അവന്റെ മുൻകാലം എന്റെ ദൈവം അനുഗ്രഹമാക്കി തീർത്തു. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിന്റെ ബാലശിക്ഷ നിന്നെ തകർക്കാനല്ല, നിന്റെ ബാലശിക്ഷയ്ക്കകത്ത് സർവശക്തനായ ദൈവം ഒരു അനുഗ്രഹത്തിന്റെ പാക്കേജ് പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. ദൈവം ശിക്ഷിക്കുമ്പോൾ നീ മടുത്തു പോകരുത്. പ്രതിസന്ധികളിൽ കൂടെ നിന്നെ കടത്തിവിടുമ്പോൾ ഇനി വയ്യ എന്ന് പറയരുത്. ചില ഇസബേലുമാർ, ചില ആഹാബുമാർ നിന്റെ നേരെ ഭീഷണി മുഴക്കി വരുമ്പോൾ അവിടെ ഉറപ്പും ധൈര്യമുള്ളവരായി നിന്നോ. ആ പ്രതികൂലത്തിനകത്ത് നിന്നെ കൈവിടത്തില്ല ദൈവം. ചില ബാലശിക്ഷ നിന്റെ ജീവിതത്തിൽ, ചില മരുഭൂമിയും ചെങ്കടലും യോർദാനും ഒക്കെ നിന്റെ മുമ്പിൽ വരുമ്പോൾ അതിന്റെ അപ്പുറത്ത് നിനക്കൊരു അനുഗ്രഹം വെച്ചിട്ടുണ്ട്. ആകയാൽ ദൈവമക്കളെ, ആമേൻ സ്തോത്രം, ഇന്ന് പകലിൽ പറയണം, എന്റെ ദൈവം എന്നെ ശിക്ഷിച്ചാൽ ഞാൻ തകരത്തില്ല. നീ മരിച്ചു പോകത്തക്കവണ്ണം നിന്നെ അടിക്കുന്നവനല്ല ദൈവം. നിന്റെ തെറ്റുകളെ ഗ്രഹിപ്പിക്കത്തക്ക രീതിയിൽ, നീ തെറ്റുകളെ മനസ്സിലാകത്തക്ക രീതിയിൽ നിന്നെ ശിക്ഷിച്ച് നല്ല ഒരു മകനായി, മകളാക്കി പിതാവിന്റെ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി നിന്നെ നിർത്താൻ യേശു അപ്പച്ചന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ആമേൻ ദൈവമക്കൾ, ഇന്ന് പകൽ എത്ര പേര് പറയും, കർത്താവിന്റെ ബാലശിക്ഷ ഞാൻ നിരസിക്കത്തില്ല. എന്റെ കർത്താവിന്റെ സന്നിധിയിൽ അവൻ തരുന്ന ഏത് ബാലശിക്ഷയും ഞാൻ ഏറ്റെടുത്ത് ആമേൻ ദൈവത്തിന്റെ സന്നിധിയിൽ എന്നെ തന്നെ താഴ്ത്തി വിശുദ്ധിയിലും വേർപാടിലും ഞാൻ എന്നെ സൂക്ഷിക്കും. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ നല്ല ദൈവമേ, തിരുവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കേൾവിക്കാർക്കായി സ്തോത്രം. ഞാൻ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ രോഗങ്ങൾ, കഷ്ടങ്ങൾ, മാനസികമായ വ്യതകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ കർത്താവേ. അത്ഭുത വിടുതൽ അവരുടെ ജീവിതത്തിൽ നടക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു ഓൾ.